ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2-ലെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു അസസ് ലേണേഴ്സ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലെ ആദ്യത്തെ ടോപ്പിക്കായ ജനറൽ ടെക്നിക്സ് ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ ജനറൽ ടെക്നിക്സ് ഓഫ് അസസ് ചെയ്യാൻ കുറേ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം പറയാം. ഒബ്സർവേഷൻ ഉണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടെക്നിക്സ് വഴി നമുക്ക് അസസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് പറയുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ പറയുന്ന ആ വേർഡ് മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നിരീക്ഷിക്കുക. എങ്ങനെ നിരീക്ഷിക്കുക? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കുക. ഒബ്സർവേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ ഇൻഡിവിജ്വൽ ഒബ്സർവ് വാട്ട് ഈസ് ഒക്കറിങ് ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ട് ആ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് ജസ്റ്റ് ബേസിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മെത്തേഡും അത് തന്നെയാണ്. നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്തിട്ട് അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് യൂസ് ടു ഇവാലുവേറ്റ് ദി ഒവേർട്ട് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ബോത്ത് കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് സെറ്റിങ്സ്. ആ കൺട്രോൾഡ് അൺകൺട്രോൾഡ് എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം, അതിനി വരുന്നുണ്ട്. അപ്പം ഒവേർട്ട് ബിഹേവിയർ, ഒവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ബിഹേവിയർ, അതിനെ ഒബ്സർവ് ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്? അതും കൂടെ പറയാമല്ലോ. ഓപ്പൺ ബിഹേവിയർ നമുക്ക് ഈസിലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ബിഹേവിയറിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ആയിട്ടുള്ള ബിഹേവിയറിനെ മാത്രമേ ഈ മെത്തേഡ് വഴി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒബ്സർവേഷനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? തേർഡ് പോയിന്റ് നോക്കിക്കേ. ഒബ്സർവേഷൻ ഈസ് സംടൈംസ് ഡിസ്ക്രൈബ്ഡ് ആസ് മെഷർമെൻറ്റ് വിത്തൗട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ മെത്തേഡിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ജസ്റ്റ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പം ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അത് നോക്കി നമുക്ക് ഒബ്സർവ് ചെയ്താൽ മതി. അടുത്ത പോയിന്റ് പറയുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ടീച്ചേഴ്സ് കൂടുതലായിട്ടും ഹ്യൂമൻ ബിഹേവിയറിലുള്ള ഡേറ്റാസ് ഗ്യാദർ ചെയ്യാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ്മെൻറ്റും കറക്റ്റായിരിക്കും. അതെന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻസിനെയാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബിഹേവിയർ, അവരുടെ പ്രോഗ്രസ്, അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ പോയിന്റ്സ് നോക്കാം. ഒബ്സർവേഷൻ എന്താണ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടൈപ്സിലോട്ട് പോകാം. പ്രൊവൈഡ്സ് എവിഡൻസ്. എന്തിൻ്റെയാണ്? ചിൽഡ്രൻസ് ഇമോഷണൽ മെച്യൂരിറ്റി, അവർ എത്രത്തോളം മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ മെത്തേഡിലൂടെ അറിയാൻ പറ്റും. അവരുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഒരു കൂട്ടം സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ പരസ്പരം തമ്മിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അതാണ് ലെവൽ ഓഫ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് അസസ് ചെയ്യാൻ പറ്റും? അവരുടെ ഹാബിറ്റ്സ്, ഗ്രോത്ത് ഇൻ ഹാബിറ്റ്സ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒബ്സർവേഷൻ വഴി ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഒബ്സർവേഷനിൽ പറയുന്നത്. വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ നോക്കാം. 4 ടൈപ്സ് ഒബ്സർവേഷൻ ഉണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അപ്പോൾ പാർട്ടിസിപ്പൻറ്റും നോൺ പാർട്ടിസിപ്പൻറ്റും പേര് പോലെ തന്നെയാണ്. ആ ഒബ്സർവേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നമ്മളും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത്. ദ ഒബ്സർവർ ബിക്കംസ് ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ സ്റ്റഡി ചെയ്യാനുള്ള ഗ്രൂപ്പിൽ നമ്മളും ഒരു മെമ്പർ ആയിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ബിഹേവിയേഴ്സ് ആൻഡ് ഇൻട്രാക്ഷൻസ്. അപ്പോൾ കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് കാണും. ആ ഗ്രൂപ്പിൽ ആ സ്റ്റുഡൻസിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഗെയിംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും അവിടെ അസസ്മെൻറ്റ് നടക്കുന്നത്. ഇനി നമ്മളും ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പൻ്റ് ആണല്ലോ. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നമുക്കും ബാക്കി സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റഡി നടത്താം. അല്ലെങ്കിൽ നമ്മൾ സൈലൻറ്റ് ലിസണറായിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് എന്താ ചെയ്യാം? ഒബ്സർവ് ചെയ്യാം.
ഇനി നമ്മൾ ആ ഗ്രൂപ്പിൽ മെമ്പറായി എന്നുള്ളത് ആ ഗ്രൂപ്പിൽ മറ്റാർക്കും അറിയാൻ പാടില്ല. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ഓഫൺ അൺഅവെയർ ദേ ആർ ബീങ് ഒബ്സർവ്ഡ് ലീഡിങ് ടു നാച്ചുറൽ ബിഹേവിയർ. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലുണ്ട്, ബട്ട് നമ്മൾ ഒരു ഒബ്സർവറാണ്, നമ്മൾ അവരെ നിരീക്ഷിക്കാൻ വന്നതാണ് എന്ന് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ബിഹേവിയർ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണെന്നുള്ളത് അവരറിയാൻ പാടില്ല. അങ്ങനെ വേണം ആ മെത്തേഡ്, ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ചെയ്യാനായിട്ട്. ഇനി ഈ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്തിരുന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഡേറ്റാസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓവേർഡ് ബിഹേവിയർ തന്നെ ആയിരിക്കും, പക്ഷേ ഒരു ഇച്ചിരി കൂടെ ആണെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ഡേറ്റ കിട്ടും ഈ ഒരു മെത്തേഡ് വഴി. അതാണ് പാർട്ടിസിപ്പൻ്റ്. അപ്പം നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഗ്രൂപ്പിലൊരു മെമ്പർ ആയിരിക്കത്തില്ല, നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് എൻഗേജ് ചെയ്യത്തില്ല, നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലെ സബ്ജക്ട്സ് എന്താണ് സ്റ്റുഡൻസ് കാണാൻ പാടില്ല. ദ ഒബ്സർവർ ഡസ് നോട്ട് എൻഗേജ് വിത്ത് ദ ഗ്രൂപ്പ്. പിന്നെന്താണ് ദ ഒബ്സർവർ എൻഷ്യൂർസ് ദെയർ പ്രസൻസ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ഓർ ഇൻഫ്ലുവൻസ് ദ ഗ്രൂപ്പ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് അറിയാനും പാടില്ല, നമ്മളെ കാണാനും പാടില്ല, നമ്മൾ മാറി നിന്നുകൊണ്ട് വേണം ഒബ്സർവ് ചെയ്യാൻ. പിന്നെന്താണ്, അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ ചെയ്തത് അടുത്ത് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല, നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യല്ലേ. അതുപോലെ തന്നെ നമുക്ക് പാർട്ടിസിപ്പൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇവിടെ നോൺ പാർട്ടിസിപ്പൻ്റ് പറയുമ്പോൾ നമുക്ക് മാറി നിന്ന് ഓരോരുത്തരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. പിന്നെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അൺബയസ്ഡ് ആയിരിക്കും, വിത്ത് അറ്റൻഷൻ ടു ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല, എങ്കിലും ടൂൾസ് ലൈക്ക് എ വൺ വേ വിഷൻ സ്ക്രീൻ ആർ ഓഫൺ യൂസ് ടു ഒബ്സർവ് വിത്തൗട്ട് ബീങ് സീൻ. ഒരു വൺ വേ വിഷൻ സ്ക്രീൻ, അതായത് ഇപ്പുറത്ത് നിന്ന നമ്മളെ അവിടെ നിന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ക്രീൻ വഴിയായിരിക്കും ഒബ്സർവേഷൻ നടക്കുന്നത്. ആ വൺ വേ വിഷൻ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾഡ് ഒബ്സർവേഷനിൽ വരുമ്പം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ആയിരിക്കും. ഒബ്സർവേഷൻ ഈസ് കണ്ടക്റ്റഡ് അണ്ടർ പ്രീ അറേഞ്ച്ഡ് ആൻഡ് കൺട്രോൾഡ് കണ്ടീഷൻസ്. ആ എൻവയോൺമെൻറ്റ് ഒരു സപ്പോസ് ഒരു ലാബ് ആവാം, ലബോറട്ടറി ആവാം, ലബോറട്ടറി, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സ്ഥലമായിരിക്കും ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ സബ്ജക്ട്സിനെ കൊണ്ട് ലൈക്ക് സ്റ്റുഡൻസിനെ അവിടെ വെച്ചിട്ടാണ് സ്റ്റുഡൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഓഫൺ ടേക്സ് പ്ലേസ് ഇൻ എ ലബോറട്ടറി അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസൈൻഡ് എൻവയോൺമെൻറ്റ്. ഇനി മൂന്നാമത്തെ നോക്കിയത് ഒബ്സർവർ സെറ്റ്സ് അപ്പ് സ്പെസിഫിക് ഒബ്ജക്ട്സ് ഓർ സിനാരിയോസ് ഫോർ പാർട്ടിസിപ്പൻസ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് വയ്ക്കുമ്പോൾ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നമ്മളായിട്ട് തന്നെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ നമ്മൾ അവിടെ വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ സ്വയം ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് കൊണ്ടുവയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തത് ലാസ്റ്റ് ആണ് പറയുന്നത് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. കൺട്രോൾഡിൽ എല്ലാം പ്രീ അറേഞ്ച്ഡ് ആയിരുന്നു, നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത് നാച്ചുറലായിട്ട് ഉള്ളൊരു എൻവയോൺമെൻറ്റിൽ കുട്ടികളെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷനിൽ പറയുന്നത്. കണ്ടക്റ്റഡ് ഇൻ നാച്ചുറൽ റിയൽ ലൈഫ് സെറ്റിങ്സ് വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആയിട്ട് പറയാം. അവിടുത്തെ ഒബ്ജക്ട്സും കാര്യങ്ങളൊന്നും നമ്മളായിട്ട് കൊണ്ടുവയ്ക്കുന്നതല്ല, ആക്ച്വലി നേച്ചറിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ സ്റ്റുഡൻസിനെ ആ എൻവയോൺമെൻറ്റിലോട്ട് നമ്മളായിട്ട് കൊണ്ടുവിട്ടിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷനിൽ പറയുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കൺട്രോൾ കാണത്തില്ല, പക്ഷേ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ വയ്ക്കുന്ന സാധനങ്ങൾ, നമ്മൾ ബിൽഡ് ചെയ്ത എൻവയോൺമെൻറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്ത ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു കൺട്രോളിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുട്ടികൾ
നമ്മുടെ സബ്ജക്ട്സ് എങ്ങനെ വേണമെങ്കിലും, പാർട്ടിസിപ്പൻസ് എങ്ങനെ വേണമെങ്കിലും പോവാം. കാരണം അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഒരുപാട് നേച്ചറിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, റിയൽ ലൈഫ് സെറ്റിങ്ങില്ലേ. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ കൺട്രോൾഡ് ബിഹേവിയറും അൺകൺട്രോൾഡ് ബിഹേവിയറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, മറ്റേത് റിയൽ ലൈഫ് സെറ്റിംഗ് ആണ്, നാച്ചുറലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി അൺകൺട്രോൾഡ് ബിഹേവിയർ എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ സ്റ്റഡിങ് ഓത്തൻറ്റിക് ആൻഡ് നാച്ചുറൽ ബിഹേവിയർ. ഇപ്പം കുട്ടികളെ പുറത്തോട്ട് ഇറക്കി വിട്ടാൽ അവർ ഓടിച്ചാടി കളിക്കും, തറയുന്ന ഇലയൊക്കെ പറക്കിയെടുക്കും. അതൊക്കെ നാച്ചുറലി വരുന്ന ബിഹേവിയറാണ്. അത് വെച്ച് എന്ത് ചെയ്യുന്നു, ഒരു പൂ കണ്ടാൽ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്നത്, ആ കുട്ടിയുടെ നാച്ചുറലായിട്ടുള്ള ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷനിൽ പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഒബ്സർവിങ് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ എ പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നതൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ അത്രയാണ് ഒബ്സർവേഷനിൽ പറയുന്നത്. ഇനി അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അത് നമുക്ക് ആ പോയിൻറ്റ്സ്, നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് വെച്ച് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. മെറിറ്റ്സ് എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ്റെ മെറിറ്റ്സ് എന്തായിരിക്കും? എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് വഴി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ടൂളൊന്നും വേണ്ട, എക്യുപ്മെൻ്റ് ഒന്നും വേണ്ട. നേരത്തെ വേറൊരു പേര് പറഞ്ഞായിരുന്നല്ലോ, മെഷർമെൻറ്റ് വിത്തൗട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാതെ ചെയ്യാം, അതൊരു മെറിറ്റാണ്. ഇനി ഒരു ഇൻഡിവിജ്വലിനെ വേണമെങ്കിലും നമുക്ക് ഇതുവഴി ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആയാലും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും ഈ ഒബ്സർവേഷൻ മെത്തേഡ് വെച്ചിട്ട്. എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യാമല്ലോ നമുക്ക് ഒബ്സർവേഷൻ. ഏതൊരു സിറ്റുവേഷൻ ആയാലും ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാറിയിരുന്നൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ ഏത് മെത്തേഡ് വഴി വേണമെങ്കിലും ചെയ്യാം, പാർട്ടിസിപ്പൻ്റ് ആയാലും നോൺ പാർട്ടിസിപ്പൻ്റ് ആയാലും എങ്ങനെ വേണമെങ്കിലും ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിമെറിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഗ്രേറ്റ് സ്കോപ്പ് ഫോർ പേഴ്സണൽ പ്രെജുഡിസസ് ആൻഡ് ബയസ് ഓഫ് ദി ഒബ്സർവർ. നമ്മുടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യരുത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിലാരെങ്കിലും ഒരാളോട് നമ്മളൊരു പേഴ്സണൽ വെൻഡേറ്റ വെച്ചിട്ടോ അതൊന്നും വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. അതൊരു ഡിമെറിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ അൺബയസ്ഡ് ആയി പോകും. അത് ബയസ്നെസ് വരും അവിടെ, അൺബയസ്ഡ് അല്ല, ബയസ് ആവും. ഇനി ദ ഒബ്സർവർ മേ ഗെറ്റ് ഓൺലി എ സ്മോൾ സാമ്പിൾ ഓഫ് സ്റ്റുഡൻറ്റ് ബിഹേവിയർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒവേർഡ് ബിഹേവിയർ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കുട്ടികൾ പുറത്ത് എന്ത് കാണിക്കുന്നു എന്നുള്ളത്, സബ്ജക്ട്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് പുറമേ കാണിക്കുന്നത് മാത്രമേ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കിവിടെ അറിയാൻ പറ്റത്തില്ല. അതൊരു ഡിമെറിറ്റാണ്. ഇനി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്സർവ് എവറിത്തിങ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഡസ് ഓർ ഈസ്. ശരിയാണ്, ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ 100% ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദ റെക്കോർഡ്സ് മേ നോട്ട് ബി റിട്ടേൺ വിത്ത് 100% ആക്യുറസി ആസ് ഒബ്സർവേഷൻ ഇസ് റെക്കോർഡ് ആഫ്റ്റർ ദ ആക്ഷൻസ് ഓഫ് ദി ഒബ്സർവർ. ഒരു കുട്ടി അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ആ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളത് ചെയ്തു എന്ന് നോട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൽ ചിലപ്പം മിസ്റ്റേക്സ് വരാം. അപ്പോൾ ആക്യുറസി 100% ആവണമെന്നില്ല. പിന്നെ പറയുന്നത് ഇറ്റ് റിവീൽസ് ദ ഒവേർഡ് ബിഹേവിയർ. അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് റിവീൽസ് ദ ഒവേർഡ് ബിഹേവിയർ ഓൺലി ആൻഡ് നോട്ട് ദാറ്റ് ഈസ് വിത്തിൻ ആണ്. ഓൺലി ആൻഡ് നോട്ട് ദാറ്റ് ഈസ് വിത്തിൻ. അതെ, ഉള്ളിലുള്ള ബിഹേവിയർ പുറത്ത് വരത്തില്ല. ജസ്റ്റ് ഒവേർഡ് ബിഹേവിയർ, പുറമേ കാണുന്ന ബിഹേവിയർ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.